കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ നാമത്തിൽ പ്രിയമുള്ള ദൈവജനമേ, നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് പകൽക്കാലം തിരുവചന ധ്യാനത്തിനായി 1 പത്രോസ് 5-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള തിരുവചനം വായിക്കുന്നു. നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവീൻ. നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാവണ്ണം മനഃപൂർവമായും ദുരാഗ്രഹത്തോടെയല്ല, ഉന്മേഷത്തോടെയും ഇടവകകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിനും മാതൃകകളായി തീർന്നും കൊണ്ട് അധ്യക്ഷത ചെയ്യുവിൻ. എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. നമ്മൾ ഈ ലോകത്തിൽ എന്തിനെല്ലാം വേണ്ടി എത്ര ബന്ധപ്പെട്ടല്ലേ ഓടുന്നത്. എന്നാൽ ദൈവം നമ്മോട് എന്താ പറയുന്നത്? ജീസസ് നമ്മെ എന്താ ഏൽപ്പിക്കുന്നത്? നമുക്ക് ദൈവം ഒരു ദൗത്യം തരുക. അതെന്താണെന്നറിയോ? രക്ഷിക്കപ്പെട്ട ദൈവ പൈതലേ, ദൈവവേല ചെയ്യുക, ദൈവത്തിന് വേണ്ടി ജീവിക്കുക, ദൈവത്തിന് പ്രവർത്തിക്കുക, ദൈവത്തിന് അധ്വാനിക്കുക. നിങ്ങളുടെ വിചാരണയുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചു. ദൈവം നമുക്ക് ചിലരെയൊക്കെ നമുക്ക് ഒന്ന് ആശ്വസിപ്പിക്കാനോ, അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവാനോ, അവർക്ക് വചനം പറഞ്ഞു കൊടുക്കാനോ, അവരെ രക്ഷയിലേക്ക് നടത്തുവാനോ, അവർക്ക് ആത്മീകമായൊരു നന്മ ചെയ്യാനോ ഒക്കെ ദൈവം നമ്മുടെ കൂടെ, നമ്മുടെ കീഴിലല്ല, നമ്മുടെ കൂടെ ചിലരെയൊക്കെ നമ്മോട് കൂടെ ചിലരെയൊക്കെ ദൈവം കൂട്ടി വരുത്തുമല്ലോ. അവരോട് നാം എങ്ങനെ ഇടപെടണം, നാം എങ്ങനെ അവരെ മുന്നിലേക്ക് നടത്തണം എന്ന തിരുവചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവീൻ. നമുക്കൊരാഗ്രഹമുണ്ടാകും, തിരുവചനം മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കണം. നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാവണം. ആട്ടിൻകൂട്ടത്തെ ഇടയൻ എങ്ങനെ മേയ്ക്കണം? ദൈവത്തിന് ഹിതമാവണം. നമ്മുടെ കൂടെയുള്ള ദൈവജനത്തെ നമ്മളെങ്ങനെ നന്നായി പരിപാലിക്കണം, അവരെ സ്നേഹത്തോടെ പരിപാലിക്കണം. ദൈവത്തിന് ഹിതമാവണം മനഃപൂർവമായും ദുരാഗ്രഹത്തോടെയല്ല, ഉന്മേഷത്തോടെയും ഇടവകകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരല്ല, ബോസിംഗ് മെന്റാലിറ്റിയോടെ അല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായി തീർന്നു. അവിടെ നമ്മെ നോക്കുമ്പോൾ, വാ, ഷീ ഈസ് എ ചൈൽഡ് ഓഫ് ഗോഡ്, വാ, ദിസ് മാൻ ഈസ് എ മാൻ ഓഫ് ഗോഡ് എന്ന് നമ്മെക്കുറിച്ച് അവർക്ക് മനസ്സിലാക്കണം. ആ രീതിയിലായിരിക്കണം അവർക്ക് മാതൃകകളായി തീർന്നും കൊണ്ട് അധ്യക്ഷത ചെയ്യുവിൻ. എന്നാൽ ഇടയശ്രേഷ്ഠനായ ജീസസ് ഒരു ദിവസം ഇനി രണ്ടാമത് തൻ്റെ സഭയെ, തൻ്റെ ജനത്തെ പിന്നെയും ചേർത്ത് കൊള്ളുവാൻ പ്രത്യക്ഷനാകുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. ഈ ലോകത്തിൽ വാടുന്ന കിരീടങ്ങളല്ല, എല്ലാം വാടിപ്പോ ഇന്ന് കഴിഞ്ഞ നാളുകളിൽ ഇല്ലാത്ത സംഭവങ്ങളായി ലോകത്തുള്ള എല്ലാം. Fading things of this world. We are after all running over the fading things of this world that never last at all. അതെന്നുള്ള കർത്തവ്യങ്ങൾ നമ്മൾ വ്യക്തമായും ദൈവത്തിന് ബോധിച്ചവണ്ണം ചെയ്യുമ്പോൾ തന്നെ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു കാര്യം ഉണ്ടാകണം. ഒരു ദിവസം ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുന്ന ഒരു ദിവസമുണ്ട്. ആ ഇടയശ്രേഷ്ഠൻ ഇങ്ങനെ നമ്മൾ മാതൃകകളായി തീർന്നും കൊണ്ട് നമ്മോട് കൂടെ ഉള്ളവരെ ദൈവകൃപയിൽ വളർത്തുവാൻ നമ്മാലാവോളം നാം ശ്രമിക്കുമ്പോൾ, ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിഴമ്പ്. തേജസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു what do we feel like? That's the glory of God, the power of God, the manifested presence of God. നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. നിങ്ങൾക്ക് ദൈവം ഒരു കിരീടം തരുന്നു. ഇത്രത്തോളം എനിക്ക് വേണ്ടി പ്രയോജനപ്പെട്ടുവല്ലോ. ദൈവം നമുക്ക് തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. വാടാത്ത കിരീടം പ്രാപിപ്പാൻ നാം ഈ ലോക യാത്രയിൽ ശ്രദ്ധിച്ചാലോ, ദാറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ് ഇൻ അവർ ഡെയിലി ലൈഫ്. നമുക്ക് തെറ്റും കുറ്റം ഒക്കെ വന്നാൽ ദൈവത്തോട് ക്ഷമ ചോദിച്ച് മുന്നിലേക്ക് പോകണം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്ന യേശുവിനെ നോക്കുക. തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്കായി തന്നെത്താൻ ബലവാൻ എന്ന് കാണിക്കേണ്ടതിന് യഹോവയുടെ കണ്ണ് ഭൂമിയിലേക്ക് മൂടാടിക്കൊണ്ട് ദൈവം നമ്മെ നോക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ എന്താ ചെയ്യുന്നേ, എങ്ങനെയാ ചെയ്യുന്നത്, നമ്മുടെ മെന്റാലിറ്റി എന്താ? പുറത്തുള്ള ജനം ഒരു പക്ഷെ നമ്മുടെ ബാഹ്യമായ വാക്കുകളിലോ പ്രവർത്തനങ്ങളിലോ മാത്രം കാണുമ്പോൾ ജീസസ് എന്താ കാണുന്നേ? വേദപുസ്തകം out of your belly shall flow rivers of living water. നമ്മുടെ അകത്തെ മണ്ഡലം ഒന്നാമത് ശുദ്ധീകരിക്കപ്പെടണം. അകത്ത് ഗോഡ്സ് പ്രസൻസ് നിറയണം. നമ്മുടെ ചിന്ത മാറട്ടെ, നമ്മുടെ വാക്കുകൾ മാറട്ടെ, നമ്മുടെ പ്രവർത്തന ശൈലി മാറട്ടെ. ദൈവത്തിനും ദൈവജനത്തിനും കഷ്ടപ്പെടുന്നവർക്കും യേശുവിനെ അറിയാത്തവർക്കും യേശുവിനെ അറിയുന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ
അവരെ ഇമ്പാക്ട് ചെയ്ത് ദൈവകൃപയിൽ കൊണ്ടുവരത്തക്കവണ്ണം നമ്മുടെ വാക്കുകളും പ്രവർത്തനങ്ങളും ദൈവ ഇഷ്ടപ്രകാരം ക്രമീകരിച്ച് ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ഒരു ദിവസം ജീസസ് പ്രത്യക്ഷമാകുമ്പോൾ യെസ് യു ഷുഡ് റിസീവ് that crown of glory which would never fade away. നമ്മുടെ ബ്ലെസ്സിങ്സ് ഈ ലോകത്തുള്ള ആർക്കും തട്ടിക്കൊണ്ടുപോകാൻ പറ്റത്തില്ല, ആർക്കും കൊണ്ടുപോകാനും പറ്റത്തില്ല. ജീസസ് വരുമ്പോൾ ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുന്ന ഒരു ദിവസമുണ്ട്. ആ ഒരു കാഴ്ചപ്പാടോട് കൂടെ തന്നെ നമുക്ക് ജീവിക്കാം. ഒരു ദിവസം കണ്ണിമയ്ക്കുന്നതിനിടയിൽ ജീസസ് പ്രത്യക്ഷമാകുമ്പോൾ നാം transformed agum in his image, and we shall meet him face to face to dwell with him in glory. Yes, do you want to be a partaker of his presence, to dwell in his presence? And കർത്താവ് ദിവസം പറയും, നല്ലവന് വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരം അല്പത്തിൽ വിശ്വസ്തരായി തീരാമോ? ദൈവം ഏൽപ്പിച്ച കാര്യങ്ങൾ വിശ്വസ്തരാകാമോ? നമ്മുടെ കുടുംബത്തിൽ വിശ്വസ്തരാകാമോ? നമ്മുടെ അയൽവക്കങ്ങളിൽ വിശ്വസ്തരാകാമോ? ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ആട്ടിൻകൂട്ടങ്ങളെ അവരോടുകൂടെ അവരെ മേയ്ക്കുന്നതിൽ, അവരെ നടത്തുന്നതിൽ, അവരെ സ്നേഹിക്കുന്നതിൽ, അവർക്കായി കരുതുന്നതിലൊക്കെ നമുക്ക് മാതൃകകളായി തീർന്നുകൊണ്ട് ജീവിച്ചാലോ? One day we shall meet our heavenly Father who really appreciate you and me. God bless you, dear child of God. സ്നേഹവാനായ സ്വർഗീയ നല്ല പിതാവേ, പലവിധമായ പ്രയാസങ്ങളിലൊക്കെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഒന്ന് ഞങ്ങൾ ഓർത്തുകൊള്ളുവാൻ കൃപ ചെയ്യണം. ഇതൊക്കെ നീങ്ങിപ്പോകും, ഈ കാലവും മാറിപ്പോകും. ആ ഒരു ദിവസം നിങ്ങൾ ജീസസിനെ ഫേസ് ടു ഫേസ് മീറ്റ് ചെയ്യുന്ന ഒരു ദിവസം ഉണ്ടല്ലോ ഈശപ്പ. അന്ന് ഞങ്ങളുടെ ഇടയ സ്റ്റേഷന്, അന്ന് ഞങ്ങളുടെ പ്രാണസ്നേഹിതനായ ജീസസ് ഞങ്ങളെ കുറിച്ച് നല്ല വാക്ക് പറയുമ്പോൾ ഇറ്റ്സ് റിയലി 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 വണ്ടർഫുൾ ലോർഡ്. ആ ദിവസത്തിലാണ് നിങ്ങൾ ശ്രദ്ധയോടെ ഒരുങ്ങുവാൻ, ശ്രദ്ധയോടെ കാത്തിരിപ്പാൻ, അങ്ങേ പ്രസാദിപ്പിക്കുവാൻ. യേശപ്പ പലപ്പോഴും ഞങ്ങൾ പലതും ശ്രമിച്ചിട്ട് ഒരിക്കലും മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ പലതിനാലും പലപ്പോഴും ഞങ്ങൾക്ക് കഴിയാറില്ല യേശപ്പ. ഞങ്ങൾ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരല്ല, പകരമായി അങ്ങേ പ്രസാദിപ്പിക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെയും ഉൾപ്പുകളെയും ആരാഞ്ഞറിയുന്ന ഇടയ ശ്രേഷ്ഠനായ ജീസസിനെ പ്രസാദിപ്പിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങനെ മക്കളെ ഓരോരുത്തരെയും യേശുവിൻ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹീലിംഗ് പ്രസൻസ് കൊണ്ട് നിറയ്ക്കണമേ. ആത്മാവിലും മനസ്സിലും ശരീരത്തിലും കുടുംബാന്തരീക്ഷത്തിലും സമൂഹത്തിലും എല്ലാം ഹീലിംഗ് വ്യാപരിക്കട്ടെ, ഹെൽത്ത് ഉണ്ടാകട്ടെ, ബ്ലെസ്സിങ്സ് ഉണ്ടാകട്ടെ. ബ്ലെസ്സിങ്സ് would flow into their lives, I pray in Jesus name. Thank you for hearing your prayers, Lord. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ ദൈവപൈതലേ, Jesus loves you, he cares for you, he wants you to dwell in his presence. God bless you. Jesus loves you. Amen.